അസ്സലാമു അലൈക്കും. രാവിലെ വീഡിയോ വരുന്നുണ്ട്. ജോലി ഉണ്ടാകുന്ന അറിയില്ല എന്ന്. പിന്നെ നിങ്ങളെയൊക്കെ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ട്. അൽഹംദുലില്ലാ നമ്മൾ റാഹത്താണ്. മക്കൾ ഉറങ്ങുന്നു. മോളെ മദ്രസ വിടണം, ജോലിക്ക് പോകണം. അൽഹംദുലില്ലാ ചായയൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നു. പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ കണ്ടു, വായിച്ചു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മളെന്താണ് ഒരു ഏണിങ്സിന് വേണ്ടിയാണ് തുടങ്ങിയത്. പോട്ടെ, എനിക്ക് 10 പേര് സപ്പോർട്ട് ചെയ്തിട്ട് കമൻ്റ് ഇട്ടാൽ മതി. കാരണം ഒരാളെ കുത്തി നോവിച്ചിട്ടോ ഒരാളെ അപമര്യാദയായിട്ട് പറഞ്ഞിട്ടോ എനിക്ക് ഒരു ഏണിങ്സും വേണ്ട. ഞാനിന്ന് കഷ്ടപ്പാടിലാണെങ്കിലും എനിക്ക് കഷ്ടപ്പെട്ട നമ്മുടെ ജോലിയാണെങ്കിലും എനിക്ക് റാഹത്താണ്. പട്ടിണിയില്ല, കയറിക്കിടക്കാൻ വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമുക്കൊരു കയറിക്കിടക്കണം. എത്രയോ നാൾ നമ്മൾ വാടകയ്ക്ക് കിടന്ന്, ഞാനും എൻ്റെ ഇക്കായും. ഇക്ക ഉണ്ടായിട്ട് ഞാൻ ഇല്ലാത്തൊരവസ്ഥയിൽ ഇക്ക എന്തെങ്കിലും അയച്ചു തരുമോ? ഞാനെന്ന് പറഞ്ഞാൽ ആരുടെയും വഴക്കൂടാൻ പോകാത്തൊരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. എനിക്ക് ഉണ്ട് യൂട്യൂബ് ചാനലും വാട്സപ്പ് ഉപയോഗിക്കുന്നത് എന്താണ്, അതും നിങ്ങൾക്കറിയാം. മെസ്സേജ് ആരയച്ചാൽ പോലും ഞാനധികം നോക്കി റിപ്ലൈ കൊടുക്കില്ല. സ്കൂളുണ്ട്, 2 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഇത് കൊണ്ടുപോകണം. പിന്നെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ കൊട്ടാരം പടുത്തുയർത്താനോ ബാക്കി ഒന്നിനുമല്ല. ഞാൻ ഇന്നലെ 550 മിനിഞ്ഞാന്നൊക്കെ 400 രൂപയുടെയും ജോലിയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മളെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത്. ചിലർ പറയും ഞാൻ ഫിക്സ് വന്ന് തളർന്നുപോയി. അല്ലാതെ നമ്മളൊക്കെ എന്താണ്, അവരെ സമാധാനിപ്പിക്കാനേ പറ്റൂ. അള്ളാഹു തന്ന ആയുസ് ഒക്കുന്നിടത്തോളം ജോലി ചെയ്ത് മക്കളെ പോറ്റണം. ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അപ്പോഴല്ലേ. പിന്നെ എന്തായാലും എനിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇതുവരെയും കഷ്ടപ്പെടാൻ ഇറങ്ങിയ ഒരു സ്ത്രീയല്ല. ഈ 3.5 വർഷം കൊണ്ട് മാത്രമേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. ഈ പൊടിക്കാ മക്കളെ ഇട്ടിട്ട്. അതൊക്കെ നമ്മുടെ സാഹചര്യമാണ്. ഭർത്താവ് ഉണ്ടായിട്ട് ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ഒരുപാട് പേർക്ക് ഒരേ സാഹചര്യമാണ്. ആരെയും പറ്റി പഴി ചാരേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെടുത്തും കയർത്ത് സംസാരിച്ചിട്ടില്ല. എൻ്റെ ജീവിതമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനകത്ത് ഇതാണ് എൻ്റെ ഭർത്താവെന്നോ അതാണ് എൻ്റെ കുട്ടികളെ വാപ്പാന്നോ ഒന്നും കാണിച്ചില്ല. ഞാൻ കുട്ടികളെ വാപ്പ, ഒരാളിനെ വാപ്പാന്ന് വിളിച്ചു പോയി. അദ്ദേഹം ഈ ഭൂമിയിലില്ല. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ചിലപ്പം $5 അധികം കിട്ടും. ഈ $5 എനിക്ക് എന്തിനാ വേണ്ട. ഞാൻ എപ്പോഴും റബ്ബിനെ നിരക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. എനിക്ക് റബ്ബിൻ്റെ കാവലേ ഉള്ളൂ. നമ്മൾ ഈ വയൽ വാരവും ഇതൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ചില ദിവസങ്ങളിൽ ഒറ്റയ്ക്കാകുമ്പോൾ വീഡിയോ പിടിക്കും. ചിലപ്പോൾ ഞാൻ അള്ളാഹുവിനെ ദിക്റും ചൊല്ലിക്കൊണ്ട് പോകും. അള്ളാഹു ഇതുവരെയും ഒരു തടസ്സങ്ങൾ വരുത്തിയിട്ടില്ല. മക്കൾ പലവട്ടവും പട്ടിണിയായ അവസ്ഥകളുണ്ടായിട്ടും അതിൽ നിന്നൊക്കെ എത്രയോ തവണ ഞാൻ റബ്ബിനെ സ്തുതിച്ചിട്ടുണ്ട്. റബ്ബേ, നീ അല്ലാതെ കാവലില്ല. റബ്ബിനെ മാത്രം നിങ്ങൾ മുറുകെ പിടിക്കുക. ഒരു റബ്ബിൻ്റെ സൃഷ്ടി നിന്നെ പരിഹസിക്കുമ്പോൾ നീ മാത്രമേ അതായത് അവർക്കും ഈ സാഹചര്യമൊക്കെ കടന്നു വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് ഒരേ സങ്കടങ്ങളും പ്രയാസങ്ങളും. അതുപോലെ എനിക്കും ഉണ്ട് സങ്കടങ്ങൾ. ഞാൻ എൻ്റെ സങ്കടങ്ങൾ കുറേയൊന്നും ഞാൻ ആരുടെയും പറയൂല. എൻ്റെ മക്കൾ പോലും ചോദിക്കും. ഇന്നലെ മസ്ര ചോദിക്കുന്നു, ഉമ്മച്ചിക്ക് എന്തേ എത്ര സങ്കടം? ഞാൻ പറഞ്ഞു, ഇല്ല പൊന്നോളെ, ഉമ്മച്ചി ഞാൻ വളർന്നു വന്നപ്പോഴേ ഉമ്മച്ചി കണ്ണീര് കണ്ടാണ് വന്നത്. അതിൻ്റെ മുഖവും ഒരു കണ്ണീരാണ്. മക്കളധികം ചിരിച്ചുല്ലസിച്ച് ചാടി നടക്കുന്ന മക്കളാണ്. അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയി മക്കൾക്ക് ഭക്ഷണവും കഴിച്ച് ഉള്ള ജോലിയിൽ നിന്ന് തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് അൽഹംദുലില്ലാ ആരെല്ലാം എൻ്റെ മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്നറിയാമോ? അതെന്തെന്നറിയാമോ? അവർ മനസാക്ഷി അവർ നീയത്താക്കിയെങ്കിൽ ആ നീയത്തിന് എത്ര ഉടമ തന്നെ എൻ്റെ മക്കൾ. ജന്മം നൽകി മക്കളെ ജന്മം നൽകി ഒരേ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും ഒക്കെ എടുക്കുമ്പോഴും പടച്ചോനെ ഈ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ റബ്ബേ എന്നാണ്. നിങ്ങൾക്ക് ഇന്നലെ അറിയാമോ, ഇത്രയും സങ്കടത്തിൽ ഞാൻ ഇവിടെ താമസമായിട്ട് എന്നും എൻ്റെ മോനും എല്ലാവർക്കും സലാം പറഞ്ഞിട്ട് പോണത്. ഇപ്പം സലാം പറഞ്ഞില്ല ഇന്നലെ. കാരണം കണ്ണീര് തോരുന്നില്ല. ചെറിയൊരു കാര്യം വന്നാലും എൻ്റെ മനസ്സിടറും. കാരണം എൻ്റെ മക്കൾ വളർന്നു വരെയാണ്. നിങ്ങൾ ഉപകാരം ഒന്നും ചെയ്യണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതി. രണ്ടാമത്തെ കുട്ടീൻ്റെ അവസ്ഥ അറിയാം.
ഈ കാര്യം അറിയാം. അവനെ ഞാൻ സ്നേഹിച്ചും കെയറിങ്ങും കൊടുത്താലേ അവൻ ഓക്കെയായി വരുള്ളൂ. അവനെ ഞാൻ ഉമ്മാൻ്റെ പൊക്കിൾക്കൊടി ബന്ധത്തിലാണ് അവൻ്റെ സ്നേഹവും കരുതലുമാണ് ഞാൻ ഇവിടം വരെ അവനെ എത്തിച്ചത്. മാറ്റങ്ങൾ ഞാൻ എൻ്റെ മോനെ ഇവിടെ ഉള്ള ഒരു സ്കൂളിലും അല്ല വിട്ട് പഠിപ്പിക്കുന്നത്. കാരണം എൻ്റെ മോനെ അത്രയ്ക്ക് ശ്രദ്ധിക്കുകയും കെയറിങ്ങും ഒരു കുഞ്ഞ് നമുക്ക് നല്ല ഒരു കുഞ്ഞു ആവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു മാനസിക രോഗിയോ ഒരു മക്കളോ അങ്ങനെ ആവാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. എൻ്റെ മക്കളെ ചൊല്ലിയിട്ട് നിങ്ങളാരും വഴക്കൂടണ്ട. കാരണം നിങ്ങളാരെ മക്കളെയും നിങ്ങളാരെ കുടുംബത്തെയും പറയാൻ ഞാൻ വരുന്നില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ അന്നും ഇന്നും എനിക്ക് റബ്ബറും പാലെടുപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ ഫെബ്രുവരിയോടുകൂടി വെട്ട് നിർത്തും. റമദാനൊക്കെ വരുന്നുണ്ട്. ഈ റമദാനെങ്കിലും എനിക്ക് സന്തോഷമായിട്ട് അള്ളാഹുവിലോട്ട് അടുത്ത് ദുആ ചെയ്യാനും നിസ്കരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിക്കണം. എന്നെ ഒരു മാനസിക രോഗിയാക്കി പോയാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയാൽ ഈ കുട്ടികൾക്ക് ആരുമില്ല. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും. നിങ്ങളെല്ലാവരും എന്നെ ഫോൺ വിളിച്ച് എന്തെങ്കിലും ഒരു അപമര്യാദയായ വാക്ക് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മസ്റൂറ മോൾക്ക് 9 വയസ്സ് പൂർത്തിയായി, അങ്ങനെ ഒരാൾ മസ്റൂറ മോൾക്ക് ചിലവിന് കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? രാജകുമാരിയായിട്ട് വാഴേണ്ടിയുള്ള മക്കളാണ് ഇന്ന് സങ്കടത്തിൽ കഴിയുന്നത്. എന്നാലും ഞാൻ എന്ത് ജോലിയെങ്കിലും ചെയ്താലും ഞാൻ ഒരു നേരമെങ്കിലും അങ്ങനെ മക്കൾക്കൊരു ദിവസം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞതിനോളോ എൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം ഒതുക്കിയതിനോളോ ഒരു ബന്ധുക്കളടുത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടിയെങ്കിലും പടച്ചോനെ എന്ന് പറഞ്ഞിട്ടിരിക്കണം. അതുമില്ല. പിന്നെ ചെയ്ത് കുറച്ച് എനിക്ക് സഹായങ്ങൾ കിട്ടി. അതെൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് തന്നെയാണ്. ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്രയോ പേര് ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നു. ഞാൻ ഇപ്പം എൻ്റെ മരിച്ച ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടോ എൻ്റെ ഭർത്താവ് ചെയ്ത ശിക്ഷയാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കിട്ടാനില്ല. അദ്ദേഹം നാറടി മണ്ണിലാണ്. റബ്ബാണ് അദ്ദേഹത്തിന് ജന്മന്ന് റൂഹ് കൊടുത്തത്. റബ്ബ് തന്നെ തിരിച്ച് വിളിച്ച് ആ റബ്ബിൻ്റെ അടുത്ത് എനിക്ക് തിരിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് തരാൻ പറ്റുമോ? എന്നെങ്കിലും അത് തെറ്റ് തിരുത്തി വന്ന് പശ്ചാത്താപിച്ച് അള്ളാഹു ഞാൻ ചെയ്തത് തെറ്റ് എന്ന് പറഞ്ഞു വന്നിരുന്നെങ്കിലും കേൾക്കാൻ കൊള്ളാം. എന്നാൽ പോലും ഞാൻ സ്വീകരിക്കില്ല. കാര്യം എന്താണെന്നറിയാമോ? അത്രയ്ക്കും ഞാൻ സങ്കടപ്പെട്ടു. എൻ്റെ ജീവിതം താളം മറിഞ്ഞുപോയി. ഉമ്മമാരും ഉപ്പമാരും മക്കൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കും അവൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ മസ്റൂറ മോൾക്ക് ആരോ ഒരു കമൻറ്റ് കണ്ട്, എൻ്റെ മസ്റൂറ മോൾക്ക് ആരും ഒന്നും ചെയ്യണ്ട, എൻ്റെ മസ്റൂ വളരുമെങ്കിൽ എൻ്റെ മസ്റൂറാക്ക് അള്ളാഹു വിജയിച്ചിട്ടുണ്ട്. എന്തായാലും സ്വാലിഹായ മക്കളായി തന്നെയാണ് അവർ വളരുന്നത്. ആരെയും മുമ്പ് കൊണ്ടുവന്ന് ഞാൻ അപമര്യാദയായിട്ട് കളഞ്ഞിട്ടോ അങ്ങനെയല്ല. ഒരു ആഡംബരത്തിലും ഒരു ചാട്ടവും കൂത്തുള്ള മക്കളല്ല ഞാൻ. ഇവിടെ മക്കളെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. ഇന്നും ഇത്രയും അവർക്ക് കസേര കിട്ടി, കട്ടിൽ കിട്ടി, എല്ലാം കിട്ടി. അപ്പോഴും അവർ തറയിലിരുന്ന് പഠിക്കുന്നത് എന്തെന്നറിയാമോ? അവർക്ക് ആ തറയിലിരുന്നുള്ളതാണ്. കാരണം നമ്മൾ ജീവിച്ച് വളർന്നപ്പോഴേ നമ്മൾ തറയിലിരുന്നിട്ടാണ് വളർന്നത്. നമ്മളെ വീട്ടിൽ കസേരകളില്ലായിരുന്നു. എൻ്റെ ഉമ്മായും വാപ്പായും 100 രൂപ ജോലിക്ക് ഇറങ്ങിപ്പോയാണ് ആദ്യം നമ്മളെ പോറ്റിയത്. ഈ ആടും കച്ചവടത്തിനൊക്കെ അതിൽ നമ്മൾ ജീവിച്ച്. പക്ഷേ ഇന്ന് ആ 100 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റൂല. നമുക്ക് 100 രൂപയ്ക്ക് എന്താണ് നമ്മളെ ഒരു കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ എങ്ങനെയായാലും 200-300 രൂപ വേണം. പിന്നെ എനിക്കൊരു 100 രൂപ 150 രൂപ മതി പാലും കാര്യങ്ങളും. ഞാൻ വലിയ ആഡംബരം കാണിക്കുന്നതല്ല. 2 കറി കൂടുതൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കൂല. കാരണം നാളത്തേക്കും കൂടെ പേണി വെച്ചിട്ടേ ഞാൻ ഉണ്ടാക്കും. അല്ലാതെ ഇന്ന് തിന്നിട്ട് ചട്ടിയും കലവും കഴുകി വയ്ക്കേണ്ട അവസ്ഥ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉമ്മച്ചീരെ ഓഹരിയിൽ മക്കളെ ജീവിക്കണം. ഞാൻ ആരും മുമ്പം കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ കുട്ടികളെ കൊണ്ട് ഈ ഒരു കയറിക്കിടക്കടത്തിന് ഞാൻ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഈ വീട് എൻ്റെ മക്കളെ നോക്കുന്നതിനെക്കാട്ടി എത്രയോ കൂടുതലാണ് ഞാൻ നോക്കണമെന്നറിയാമോ? കാരണം എൻ്റെ മക്കളും ഞാനില്ലാണ്ടായിപ്പോയാലും സുരക്ഷിതമായിട്ട് ഈ വീട്ടിലിരിക്കണം. RCCയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് SATയിലായിരുന്നു. റിസൾട്ട് വന്ന് RCCയിലായിപ്പോയി. എന്താണ്? അതുകൊണ്ട് ഉമ്മായും ഉപ്പായും ഞാനാണ്. നിങ്ങൾ ആരും തർക്കം പിടിക്കേണ്ട. ആരാണ് ആരെ ഉപ്പ, ആരാണ് ആരെ മോളെ ഉപ്പാന്ന്. എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉമ്മായും ഉപ്പായും ഞാനാണ്. ഒരാളങ്ങനെ എൻ്റെ മക്കളെ തേടി വരുന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളെ എത്ര നാൾ കൊണ്ട് എന്നെ കാണാൻ തുടങ്ങിയോ അത്രയും നാൾ തൊട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്. അല്ലാതെ കഴിഞ്ഞ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണതേ ഉള്ളൂ. അതുകൊണ്ട്
പിച്ചാത്തീരെ മുറിച്ച പോലെ കുത്തി നെഞ്ചത്ത് ഇറക്കുമ്പം എനിക്കും ഉണ്ടൊരു സങ്കടം. ഞാനൊന്ന് ജീവിച്ചോട്ടെ, മക്കൾക്കൊപ്പം ഒന്ന് ജീവിച്ചോട്ടെ, ഒരു മെൻ്റൽ രോഗി ആക്കരുതേ, വായി തോന്നിയ പറയരുതേ. വായി തോന്നിയ പറയുമ്പോഴത്തേക്കൊക്കെ എന്ത് കിട്ടാനാ? എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ചില കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും പൊഴിയുന്നുണ്ട്. എന്നാലും ഞാൻ റബ്ബിൽ മാത്രമേ ഇറങ്ങി വിശ്വസിക്കുകയുള്ളൂ. എൻ്റെ കൂട്ടുകാരികളും എൻ്റെ എല്ലാവരും ഇന്നലെ വിളിച്ച്, നിങ്ങൾക്കറിയാമോ എന്തേടി നിനക്ക് ഇത്രയും സങ്കടം? നീ വിഷമിക്കണ്ട, നിന്നെ നമുക്കറിയാമല്ലോ. ഒരാളെ ഞാൻ ആപത്തിൽ കളഞ്ഞിട്ട് പോണ ഒരു പെണ്ണല്ല എടി. ഇങ്ങനത്തെ ഒരു ആപത്ത് വന്ന്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഷംനയെയും ചേർത്ത് നിർത്തിയത്. ഒന്ന് കണ്ടുള്ളൊരു പരിചയമല്ല, ഒന്ന് ഫോണിൽ കൂടെ കാരണം ഞാനൊരു പെണ്ണാണ്. നമ്മുടെ മക്കൾ 2 കുരുന്ന് മക്കൾ, ആരും ഇല്ലാണ്ടൊരവസ്ഥ വന്നാൽ പോയാൽ പിച്ച് ചീന്തും മക്കളാണ്. അല്ലാഹു എനിക്ക് ആയുസ് തരണേ, ഒരു അടിച്ച് നനച്ച് കുളിച്ച് ഇതുവരെ. എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ മക്കൾ കൊണ്ടുപോകും. അന്നും എൻ്റെ മക്കളങ്ങൾ ഇതുപോലെ ദ്രോഹിക്കരുത്, വാപ്പയില്ലാത്തയാണെന്നും പറഞ്ഞ്. വാപ്പയില്ല എന്നൊരു തെറ്റേ ചെയ്തോളൂ. വാപ്പയില്ലാതെ അഴുക്ക ബന്ധത്തിൽ ഉള്ളതല്ല എൻ്റെ മക്കൾ, സ്വാലിഹായ മക്കളാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ സുരക്ഷിതത്വമായിരിക്കും. പിന്നെ അവർക്ക് സ്ട്രോങ് ഒരു ഉമ്മായി അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ കൈകളിൽ അൽഹംദുലില്ലാഹ് സുഖമാണ്, സന്തോഷമാണ്. അല്ലാതെ ഇനി നിങ്ങളാരും എനിക്കൊരു കല്യാണാലോചനയോ എൻ്റെയൊക്കെ ഒരു മക്കൾക്കൊരു ഭാവിയോ ഒപ്പിച്ച് തരണ്ട. ഞാൻ ഇന്നും ആഡംബരം കാണിച്ച് പുറത്തു പോയി ഡ്രസ്സ് മാറിയിട്ട് നടക്കുന്ന ഒരു പെണ്ണല്ല. ജോലി മക്കൾ എന്നും പറഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഇതുവരെ എത്തി എന്നെ സഹായിച്ചവർക്ക് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ റമളാനൊക്കെയാണ് വരുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. നിങ്ങളുടെ അടുത്തൊന്നും ഞാൻ പറയാൻ വന്നിട്ടില്ല. പിന്നെ എന്നെ ചൂഷണം ചെയ്യണത് എനിക്കൊരു വിഷയമില്ല. എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ പൊതുവിലെ അങ്ങ് നിർത്തിക്കളയും. വയ്യ, ഇപ്പോൾ ഉള്ള സമാധാനം കെടാൻ വയ്യ. ഇവിടെയൊക്കെ ഇരിക്കുമ്പോഴും ഓരോരുത്തരെയും കയ്യിൽ ഇതാണ് ഞാമത്താണ്. നിങ്ങൾക്കറിയാമോ, എന്നെ സഹായിക്കാൻ എൻ്റെ ഇത്താമാരുണ്ട്. ഇപ്പോഴും നിങ്ങൾ കേട്ടോളിയും. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഇത്താമാർ എന്നെ തട്ടിക്കളയില്ല, അത് നിങ്ങൾ കേട്ടോളിയും. എന്നെ സഹായിക്കുന്ന സഹോദരങ്ങളടുത്ത് ഞാൻ ഒരു വാക്ക് ഇട്ടുപോയി, അല്ലെങ്കിൽ നെഞ്ചില ഇതുപോലെ കിടപ്പായിപ്പോയി, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരെ സഹായിക്കാതിരിക്കില്ല. കാരണം എന്താണെന്നറിയുമ്പോൾ മനസാക്ഷിയുള്ളവരുണ്ട് എൻ്റെ കൂടെ പിറപ്പായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും. എന്നെ ദേവി ഇത് ദ്രോഹിക്കരുത്.